പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തിലെ പുണ്യഭൂമി, കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിൻ്റെ ഹൃദയം, കേരളത്തിൻ്റെ പ്രധാന വ്യവസായ കേന്ദ്രം, ഇന്ത്യ രാജ്യം ഉറ്റുനോക്കുന്ന വ്യവസായ ഇടനാഴി, ഒട്ടേറെ വിശേഷണങ്ങളുമായി മുന്നേറുന്ന പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 2020-2025 വർഷത്തെ വികസന നേട്ടങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2021 മുതൽ 2025 വരെ നടപ്പിലാക്കിയിട്ടുള്ള വികസന ഭരണ നേട്ടങ്ങൾ പഞ്ചായത്തിൻ്റെ ഉൽപ്പാദന മേഖലയെയും അതേപോലെ തന്നെ സേവന മേഖലയെയും അതേപോലെ ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിലെയും ഊന്നൽ കൊടുത്തുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രമുഖമായിട്ടുള്ള ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള വീട് 1047 പേരാണ് ലൈഫ് ഗുണഭോക്താക്കളുടെ അപേക്ഷ വന്നിട്ടുള്ളത്. സ്ഥലവും ഉണ്ട്, വീടില്ല എന്നുള്ള അപേക്ഷയിൽ 1047 പേരിനെയും മുഴുവനായിട്ടും നമുക്ക് എഗ്രിമെൻ്റ് വെക്കാനുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 1047 പേരിൽ 651 പേരെ മുൻഘട്ടങ്ങളിൽ വിളിച്ച് എഗ്രിമെൻ്റ് വെക്കുകയും അതിൻ്റെ വീടുകളുടെ പ്രവർത്തനം തുടങ്ങാനും സാധിച്ചു. എനിക്ക് കൊണ്ടൊരു 4-10 കൊല്ലമാകും. 10 കൊല്ലമായിട്ട് എനിക്ക് ഇരിക്കാൻ വീടില്ലാന്ന് ഞങ്ങൾ മാവളും ഞാനും കൂടെ കരഞ്ഞപ്പോൾ ഒരാൾ വന്ന് ഞങ്ങൾ ഈ വീട്ടിൽ ഇരിക്കണ്ട, നിങ്ങൾ മാറിപ്പോയി ഇരിക്കും, വീട് നിങ്ങളുടെ തലയിൽ വന്ന കുഞ്ഞു മക്കളല്ലേ, ചെറിയ മകനുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോണ്ട് പിന്നെ ഞങ്ങൾ വേഗം എഴുതി കൊടുത്തു. അപ്പൊ പാസ്സാക്കി തന്നു. സന്തോഷമായി. കെട്ടുകെട്ടിയതാണ് അതിലിരിക്കുന്നത്. എനിക്കൊരു വീട് കിട്ടിയപ്പോൾ ഇതിൽ വന്നിരുന്നു. അത് ഞങ്ങൾ ഇത്രയും കാലം ഈ വീട്ടിലാണ് ഇരുന്നത്. ഇത് മൺചവരുള്ള ഓട്ടുവരിയാണ്. അത് കുറേ 68 കൊല്ലത്തെ പഴക്കമുണ്ടത്. ഇപ്പോൾ നമുക്കിപ്പോൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ ലൈഫിൻ്റെ പദ്ധതിയിൽ വീടിനെ അപേക്ഷിച്ച് വീട് കിടച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗവൺമെൻറ് പെൻഷൻ, പഞ്ചായത്ത് പെൻഷനുമായി കൊണ്ടാണ് ജീവിച്ചു കൊണ്ട് പോകുന്നത്. പക്ഷേ വളരെ ബുദ്ധിമുട്ടും നരുക്കത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോയത്. പക്ഷേ ഈ വീട് പഴക്കം ചെന്നത് കൊണ്ട് ഈ അപേക്ഷിച്ച് ഈ വീട് കിട്ടിയപ്പോൾ വയസ്സുകാലത്ത് വലിയൊരു സന്തോഷമായിട്ടാണ് കരുതുന്നത്. അത് വളരെ ഒരു ഇതായിട്ടുണ്ട്. ഒരിക്കലും ഉപകാരം ചെയ്ത് തന്നല്ലോ പഞ്ചായത്തിൻ്റെ നമ്മുടെ മെമ്പറും അടക്കമൊക്കെ എല്ലാവരും ഒക്കെ നല്ലോണം സഹായിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. പുതുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി 2020 അധികാരമേൽക്കുന്ന കാലഘട്ടം കോവിഡ് മഹാമാരിയെ നേരിട്ടുകൊണ്ടാണ് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ കോവിഡിനെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടി ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ടെന്ന വിശ്വാസം മുൻനിർത്തിയാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. സേവന മേഖല, ഉൽപാദന മേഖല, പശ്ചാത്തല മേഖലയെ പ്രത്യേകം ഊന്നൽ നൽകിക്കൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്.
പുതുശ്ശേരി പഞ്ചായത്തിലെ 2020-2025 കാലഘട്ടങ്ങളിലെ ഈ 5 വർഷം നടത്തി വന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാർഷിക മേഖല, മൃഗസംരക്ഷണ മേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ആരോഗ്യ മേഖല, പട്ടികജാതി പട്ടികവർഗ വികസനം, പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കൽ, കുടിവെള്ളം, വെളിച്ചം, ഭിന്നശേഷി, വയോജന മേഖല എന്നിവയിലും പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും വഴിയിടം, തെരുവ് വിളക്ക് പരിപാലനം, ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ടുള്ള ശുചിത്വ കേരളം പദ്ധതി അതിൻ്റെ ഭാഗമായി ഹരിത കർമ്മസേന പ്രവർത്തനങ്ങളെ ഊർജിതമാക്കി നടപ്പിലാക്കി. അതോടൊപ്പം തെരുവ് വിളക്ക് പരിപാലനം എന്നിവയും വളരെ ഫലപ്രദമായി നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പെൻഷൻ നൽകുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്നു. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസിത ഭാവിയെക്കുറിച്ച് നമുക്കിനിയും ഏറെ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് നമ്മുടെ ഒരുമിച്ചുള്ള പരിശ്രമം അനിവാര്യമാണ്. പിന്നിട്ട 5 വർഷങ്ങളിലെ ആർജിത നേട്ടങ്ങളെ വിലയിരുത്തുന്നതിനും പഞ്ചായത്തിൻ്റെ തുടർന്നുള്ള വികസന പടയോട്ടത്തിനു വേണ്ടി ജനകീയ അഭിപ്രായ സമാഹരണത്തിനുമായി നാളിതുവരെ വികസന നേട്ടങ്ങളിൽ സഹായിച്ച എല്ലാവരോടും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് വികസന നേട്ടങ്ങൾ ജനസമക്ഷം സമർപ്പിക്കുന്നു.